സൂര്യ കോമഡിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ചാലക്കുടിയിലെ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസിലാണ്. ഇവിടെ ഒരു ബാച്ച് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കമാൺ. കുസൃതിക്കാറ്റ് എന്ന ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു കിടുക്കാച്ചി സീനുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരതിനെ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പേരെന്താണ്? എൻ്റെ പേര് നിവ്യ. നിവ്യ എവിടെയാണ് നാട്? കൊച്ചിയിൽ. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? മൾട്ടിമീഡിയ. പേര് മണി പടിമണൽ പണി. പേര് പണി പേര് മണി പണി മണല് പണി. ഒന്ന് ഇങ്ങോട്ട് അടുത്തോട്ട് പറ. പേര് മണി പണി മണല് പണി. പെട്ടെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. പേര് പണി മണല്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് നല്ല ജനറൽ സയൻസാ. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. പേര് മണി പണി മണല് പണി. എന്താ പേര്? നിവ്യ. എന്താടാ ഇതൊക്കെ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? പേരെന്താ യഥാർത്ഥത്തിൽ? എന്റെ ഇത് ഞാനാണ്. മണി. നമ്മുടെ പേരെന്താ? എന്റെ പേര് നിവ്യ. ഓക്കെ. ഏതിനാ പഠിക്കുന്നത്? ഞാൻ BMMC മൾട്ടിമീഡിയ. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്. റെഡി, ആക്ഷൻ. എന്ത്? അയ്യോ, ഇങ്ങനെ കൂവാൻ പാടില്ല, ഇങ്ങനെ കൂവാവൂ. ഇത് അടുത്ത കൂവാവൂ എന്നല്ലേ? ഞാൻ നീ മാത്രമേ ഉള്ളത്. പറ. ഇപ്പോഴേ കൂവാൻ പറ്റുള്ളൂ. കോളേജിലെ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് കോളേജിലെ പുസ്തകം പഠിച്ച് ഡിഗ്രിയൊക്കെ താങ്ങി റോട്ടിലിറങ്ങി റാനയാവും, ചേനയാവും. അങ്ങനൊന്നും ഇല്ല. അങ്ങനൊന്നും ഇല്ലേ? ഏതിലെത്തുന്നാണാവോ? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട, നിങ്ങൾ ഒരു കുന്തവുമില്ല. സത്യത്തിൽ ഒരു വരി പഠിച്ചിട്ടില്ല അല്ലേ? മറന്നുപോയി. ആരാണൊക്കെ ചീത്തപ്പേരുണ്ടാക്കരുത്. ദൃഷ്ടി ദുംനൻ എന്ന് പറഞ്ഞ ദൃഷ്ടി ദുംനൻ. എന്ത്? ദൃഷ്ടി ദുംനൻ ധൃതരാഷ്ട്രർ പറഞ്ഞ ദൃഷ്ടി ദുംനൻ ധൃതരാഷ്ട്രർ. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ വിട്ടേക്കല്ലേ? ഇവർ ഇന്റർനാഷണൽ ഫ്രോഡാ. ദൃഷ്ടി ദുംനൻ ധൃതരാഷ്ട്രർ. ഒന്നുകൂടെ പറ. ദൃഷ്ടി ദുംനൻ ധൃതരാഷ്ട്രർ. അയ്യേ. ക്ലാസ് കട്ട് ചെയ്ത് കള്ളു കുടിക്കുക, സിനിമക്ക് പോവാ, കോളേജിലെ മരത്തണലുകളിലൂടെ പ്രണയിച്ചടക്കണം. അതൊക്കെ ഒരു ഓർമ്മ. പ്രിൻസിപ്പൾ അച്ഛൻ്റെ ക്ലോക്കിലെ സമയം നോക്കി ഇരിക്കുക. ഒരാവശ്യമില്ല. എനിക്കിത് വരണം. എന്റെയും ചൊവ്വാദോഷം കൊണ്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് കേൾക്കണത്. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. പറയൂ. Distribution, attribution, contribution of cause of abroad. എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോ വിഷമമുണ്ട്. Visa abroad. Useless. അതൊക്കെ യൂസ്ലെസ് ഉണ്ട്. പുതിയ സ്ക്രിപ്റ്റ് ഒക്കെ ചേർക്കാണ്. ബാക്കി മനസ്സിലെ ഇതാണ്. എന്ത് ഉഴപ്പിച്ചുകൊണ്ട് ഞാൻ അതെന്തെങ്കിലും പറഞ്ഞ വിടുകയാണ്. മനുഷ്യനൊക്കെ ആരാണ്? நான் சொல்லல இன்னையில இருந்து உங்களுக்கு தீபாவளி வலி வலி. ഇവിടെ ആർട്സ് ക്ലബിലെ നമ്മുടെ നിർത്തണം. ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ആർട്സ് ക്ലബ് ഇവിടെ നിർത്തണം കേട്ടോടെ. നിർത്താൻ വേണ്ടി വന്നതാണോ ഇവിടെ? നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. വരൾച്ച വളരെ വിരളമാണോ? അന്ന് പറഞ്ഞേ. വരൾച്ച വളരെ വിരളമാണ്. പെട്ടെന്ന് 3 പ്രാവശ്യം പറ. വളർച്ച വളരെ വിരളമാണ്. വരൾച്ച വളരെ വിരളമാണ്. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളായതുകൊണ്ട് ഈ സാധനങ്ങളുടെ പേര് പറഞ്ഞു തുടങ്ങിയായിരിക്കും നല്ലത്. എന്താ പേര്? ഡൊമിനിക് സാവിയോ. ഡൊമിനിക് സാവിയോ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഏത് ഇയറായി?
ഞാൻ ഫസ്റ്റ് ഇയർ കയറിയിട്ടു. ആ നാട് എവിടെയാണ്? കലയിട്ടിങ്ങനെ അടുത്ത് തന്നെ. ഇരിഞ്ഞാലക്കൂടെ പോണ വഴി. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഇഷ്ടപ്പെട്ട പാട്ട് അത് കുറേ പാട്ടുണ്ട്. ഞാൻ എന്നാലും പാട്ട് പെട്ടെന്ന് സ്നേഹിയാണ്. പാട്ട് സ്നേഹിയാകുമ്പോൾ പെട്ടെന്നൊരു പാട്ട് പറ. ആഷിഖ് ആഷിഖ് ബനാ. പാട്ട് സ്നേഹിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ആഷിഖ് ബനാ. നല്ല പാട്ടാണ്. പെട്ടെന്ന് മനസ്സിലാ. ആ എന്നാ അത് രണ്ടുപേരും പാടും. 1 2 3 സ്റ്റാർട്ട്. ആഷിഖ് ബനെ തന്നെയാണോ? ആ നിനക്ക് ഇഷ്ടമുള്ള പാട്ടല്ലേ പാടേണ്ടത്? അല്ല വേറെ പാട്ട് പാടി. എന്നാ വേറെ പാട്ട് പാട്ടത് പാട്. മിണ്ടല്ലേ? ഓക്കെ റെഡി കേട്ടോ. മീനെ മീനെ കരി മീനെ എന്നോടി കളി വേണ്ടാട്ടോ. അന്ന് സമരത്തിലൊക്കെ അന്ന് സമരത്തിലൊക്കെ അല്ല മീൻ ചൂണ്ടിട്ടപ്പോ കുടുങ്ങാണ്ട് പോണ. ആ ഞാൻ മുദ്രാക്കി വിളിച്ചാണ്. ഓക്കെ വിവരം ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട് ജീവ. ചൂണ്ടയിട്ട് പിടിക്കും ഞാൻ, വെട്ടി വെട്ടി നുറുക്കും ഞാൻ, ചട്ടിയിലിട്ട് വറക്കും ഞാൻ, നുള്ളി നുള്ളി തിന്നും ഞാൻ. ഞങ്ങളുടെ പാർട്ടി കരിമീന്. അത്ര ഉള്ളു പാട്ട് കഴിഞ്ഞു. പക്ഷെ കൊള്ളാല്ലേ, നല്ലൊരു കൈഡി കൊടുക്കുക. കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. പുസ്തകപ്പുഴുക്കളെ സോറി. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റും. പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ചു കുറെ ഡിഗ്രിയും താങ്ങി റോട്ടിലോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ആനയാവാം കുതിരയാവാം എന്നൊക്കെ വിചാരമുണ്ട്. നിങ്ങളൊന്നൊരു കുന്തവും ആവാൻ പോണില്ല. ഇടക്കൊക്കെ ക്ലാസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇടക്കൊക്കെ സിനിമയ്ക്കൊന്ന് പോകണം. പിന്നെ 2 അടി അയ്യോ മറ്റേ ഇടുക്കി 2 കള്ളു കുടിക്കണം. ഇടയ്ക്ക് കള്ളു കുടിക്കണം. താൻ എന്ത് പാടോ ഈ പറയുന്നത്? തനിക്കൊരു ചുക്കും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കോളേജിന്റെ കോമ്പൗണ്ടിലൂടെ അല്ല മരത്തണിലൂടെ പ്രേമിച്ച് ഇങ്ങനെ നടക്കണം. അല്ല ബാക്കിൽ പറഞ്ഞ ഇതൊക്കെ നല്ല ഓർമ്മകളായിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ അല്ലേ. പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്ലോക്കിൽ നോക്കി സമയം ചെലവഴിക്കാനൊന്നും പറ്റില്ല. അതല്ല ജീവിതം. ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ. പ്രേമം മോഹം അയ്യോ ഒന്നുമില്ല. പ്രേമത്തിൽ നിന്ന് ഇറങ്ങിയില്ല ഇനി ഇതൊരിക്കും. പഠിപ്പും മുഴപ്പും എല്ലാം ചേർന്നാലേ ജീവിതം കളറാവുള്ളൂ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ. അത് ഞാൻ മലയാളിയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ്. അല്ല ഈ ഇംഗ്ലീഷ് എനിക്ക് അങ്ങനെ വശമില്ല. നീ പറഞ്ഞാൽ മതി, മലയാളം പോലെ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ഈസ് എന്താണ്? അട്രോണിറ്റി പറഞ്ഞോ, കുഴപ്പമില്ല. ആൾട്രോണിറ്റി. എന്താണ് ഈശ്വര എന്റെ സർവീസ് നന്നാവ്? ഞാൻ നന്നാവാൻ വേണ്ടി ജീവൻ ഡോൺ കഴിക്കുന്നുണ്ട് ബോസ്. വിസ ഈ മറ്റേ എന്താ പറയാ അബ്രോഡ് ഈസ് യൂസ്ലെസ്. ഇങ്ങനെയാണ് ആരാ പറഞ്ഞ? ജാക്കി ചാൻ അല്ല, ബ്രൂസിലി. ഇങ്ങനെയാണ് നമ്മുടെ ബ്രൂസിലി പറഞ്ഞേക്കുന്നത്. ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ. വ്ളാഡിമർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ അധികം പറഞ്ഞു നീട്ടണില്ല. അതായത് അധിക പ്രസംഗി ആവുന്നില്ല. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ഈ ഏതാണ് ക്ലബ്ബ്? ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രസംഗം ഒന്നും വലിച്ചു നീട്ടാണ്ട് ഇവിടെ നിർത്തുന്നു. കട്ട് ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. എന്താണ് മോനെ പേര്? കൃഷ്ണ. എവിടെയാ നാട്? ചാലക്കുടിയിലാണ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? BGA. തുടങ്ങിയാലോ? പാട്ട് പാടുവോ കൃഷ്ണ? റെഡി ആക്ഷൻ. കൊള്ളാം. കൂവൽ അവൻ തന്നെ കൂവാണ് കേട്ടോ. കേട്ടോ ഇവനാണ് ആണ്. കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. എന്ത് പറ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റുമോ അല്ലേ? പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രി വാങ്ങിയതോടുകൂടി ഇറങ്ങുമ്പോൾ ഡിഗ്രി അത് കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞു. റോഡിലൂടെ അത് വ്യക്തമായിട്ട് പറ. റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആനയാവാം കുതിരയാവാം ഒന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുന്തമാകാൻ പോണില്ല. നിങ്ങൾ ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. ഡെയിലി കുടിക്കണം. കോളേജിന്റെ മരത്തിലൂടെ നടക്കണം. കോളേജിന്റെ മരത്തിലൂടെ നടക്കണം. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. കോളേജിന്റെ മരത്തിന്റെ ഇടയിലൂടെ തങ്ങൾ നടക്കാനാണോ? അതാണോ ഓർമ്മയിൽ? പ്രണയിക്കണം. ഇതൊക്കെയാണ് ജീവിതത്തിലെ രഹസ്യങ്ങളോ? ഇതൊക്കെയാണ് ജീവിതത്തിലെ രസങ്ങൾ. ഓർമ്മകളെ കൈവളർ ചാർത്തി ഞാൻ. ഓഹോ, ഇത് സീൻ വേറെയാണല്ലേ.
അയ്മൂട്ടിയുടെ അടുത്ത കോഴ്സ് ഇറക്കണത് പ്രിൻസിപ്പാളിനെ പോലെ ക്ലോക്കിൽ നോക്കി സമയം കളയേണ്ടതല്ല നമ്മുടെ ജീവിതം. ജീവിതത്തിൽ പഠിപ്പും ഉഴപ്പും കൂടി ചെല്ലുമ്പോഴാണ് ജീവിതം രസകരമാകുന്നത്, ജീവിതം സുന്ദരമാകുന്നത്. അതിലെ നല്ല നിമിഷങ്ങളാണ് നമ്മളുടെ കോളേജ് ലൈഫ്. പുതിയ കഥയിലോട്ടൊക്കെ പോകുന്നു. കുവെല്ലാം കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? മനുഷ്യനെ പണിയെടുത്ത് ജീവിക്കാനും സമ്മതിക്കില്ല. യാമിന യാമിന ഓ വക്ക വക്ക ഓ ഓ ആടാ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുത്. ഡിസ്ട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ ആൻഡ് അനാട്ടമി ആൻഡ് തോണിയോ അങ്ങനെ വാക്കുണ്ട്. ആൻഡ് തോണി എന്നൊക്കെ ഉണ്ടോ ഇതിനകത്ത്? ഈശ്വര അത്ര ജ്ഞാനിയാ. അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ. അറ്റ് തോണിയല്ല അറ്റ് തോണി വിസൈസ് ലൂസിലെ അബ്രോഡ് എന്ത്? അല്ല അബ്രോഡ് വിസൈസ് ലൂസ്ലെസ്. നിന്റെ ഒക്കെ കളിയാരോടാടാ? എന്നെ നിനക്കൊന്നും ശരിക്കും അറിയില്ല. യമശ്ചേരിയ യമുന യാമിനിശ്ചേരിയ യമശ്ചേരിയ യമുന. കൊള്ളാം. വക്ക് പൊട്ടിയ ചട്ടിയും കണ പൊട്ടിയ കയ്യിലും നല്ല കൂട്ട്. മനസ്സാണ് ജീവിതത്തിലെ നടപ്പാത. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്, മാർഗം ഉണ്ടെങ്കിൽ വഴി. മാർഗം ഉണ്ടെങ്കിൽ നാക്കുണ്ട്, മാർഗം ഉണ്ടെങ്കിൽ നാക്കുണ്ടെന്ന്. പുളിങ്കുരു വറുത്ത പോലെ കോണ 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 കോണ. ഞാനിവിടെ അധിക പ്രസംഗിയാവുന്നില്ല സുഹൃത്തുക്കളെ. ആർട്സ് ക്ലബ് സെക്രട്ടറി ആയ ഔപചാരികയെ ശരിക്കും വിളിക്കുന്നു. അല്ല ഉദ്ഘാടനം ചെയ്ത് ഞാൻ പോകുന്നു. എവിടെ പോകുന്നു? പോകാൻ പറ്റത്തില്ല, വാക്ക് നല്ലോണം പറഞ്ഞിട്ടു. ഉദ്ഘാടനം ചെയ്ത് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കയ്യടി പറഞ്ഞവന് പേരെന്താണ്? ലീന. ഓക്കെ. ഏതിനായിരുന്നു പഠിക്കുന്നത്? BMC ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ. ഏത് ഇയറായി? ഫസ്റ്റ് ഇയർ. അപ്പൊ തുടങ്ങാം നമുക്ക്. റെഡി ആക്ഷൻ. കൊള്ളാം. ഇത് പെണ്ണ് കാണാൻ വന്നുള്ള ഡയലോഗ് ആയി പോയല്ലേ? കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം കൂവൽ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാന കാര്യമാണ് കൂവല്. ഒരു ഒലക്ക കിട്ടോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലെ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലൂടെ നടന്നാ നീ ഒന്നും ആവാൻ പോണില്ല. നീ കുതിരയാവും ആനയാവും എന്നൊന്നും വിചാരിക്കണ്ട. നീ ഒന്നും ഒരു കുന്തം ആവാൻ പോണില്ല. നിങ്ങൾ ഇങ്ങനെ കൂവിയാൽ മാത്രം പോരാ. ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോകണം, പിന്നെ കള്ളു കുടിക്കണം, കോളേജിലെ കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്ന് മരത്തണലുകളിലൂടെ പ്രണയിക്കണം. എവിടെ കൂടെ? മരത്തണലുകൾക്കിടയിലൂടെ നടന്ന് പ്രണയിക്കണം, നടന്നൽപ്പം പ്രണയിക്കണം. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഓർമ്മകൾ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. അല്ലാതെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി കളയാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും ചേർന്നാലേ ജീവിതത്തിലൊരു മനസ്സമാധാനം ഉണ്ടാവും. എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ഡിസ്ട്രിബ്യൂഷൻ, ആട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോണമി ഓഫ് that is distributed, contribute. അതൊക്കെ ഓർമ്മയിലുണ്ട്. That is distribution, attribution, contribution of autonomy of use of distribution, attribution, contribution of autonomy of visa of abroad is useless. എന്നാണ് വ്ളാഡിമർ പറഞ്ഞിരിക്കുന്നത്. യാ മനശ്ചര്യ യമുനെ. ഇതൊക്കെയാണ് മനസ്സിന്റെ മനസ്സ്. യാ മനശ്ചര്യ യമുനെ. യമനയാണോ? യാമനൻ. യാമനല്ല, വാമനൻ. യമന. എന്തായാലും KL7 ആണെന്ന് ഉറപ്പാണ്. എന്നാലേ മനസ്സിന് മാർഗം ഉണ്ടാവും. അതാണ് മനസ്സിലെ മാർഗം. മനസ്സുണ്ടാകണം, മാർഗം ഉണ്ടാകണം. അയ്യോ, ബാക്കി പറ. പോട്ട്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ചെറുട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എന്തിനാ വന്നവിടെ? ഉദ്ഘാടനം ചെയ്യാൻ. അയ്യോ, എന്ത് ഉദ്ഘാടനം ചെയ്യാൻ?
കത്രിക വേണം, ഒരു കത്രികയും കൊടുത്തേ. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഞാൻ അധികം പ്രസംഗിച്ച് അധിക പ്രസംഗി ആവുന്നില്ല. ഇവിടുത്തെ ആർട്സ് ക്ലബ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നോ, ഇറ്റ്സ് ഓക്കേ. താങ്ക്യൂ. നമ്മളെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കുക. വെൽക്കം സർ. നമ്മളെ കോളേജിനെ കുറിച്ച് 2 വാക്ക്. ഓക്കെ, ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു റെഗുലർ ആയിട്ടുള്ളൊരു മീഡിയ കോളേജാണ്. 2013 നമ്മുടെ കോളേജ് ആരംഭിക്കുന്നത്. മീഡിയ കോഴ്സുകൾ മാത്രമേ നമ്മുടെ ഇവിടെ ഉള്ളൂ. ഇപ്പം 4 വർഷ BA ഓണേഴ്സാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA മൾട്ടിമീഡിയ, BA ഗ്രാഫിക്സ് ആൻഡ് ആനിമേഷൻ, BA ജേർണലിസം, BA ഫിലിം ആൻഡ് ടെലിവിഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള കോഴ്സുകൾ. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് ഇവിടെ ഒരു മണിപ്പൂരി കുട്ടിയുണ്ട്. ആ കുട്ടിയെ വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ് കം ഓൺ. ഹലോ, ഹൗ ആർ യു? I'm fine. Yeah. What's your good name? My name is Moy. Moy. Yes. Full name Moy. My full name is Hatnay Moy Khong Sai. ഇപ്പോഴാ സംഗതി ക്ലിയർ ആയത്. ഭാഗ്യം നാട്ടുകാരും കണ്ടില്ല. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. മോയ്, that is good. Okay, which class you study? BMCJ. BMC. Which year? First year. Okay. Can you sing a song? No, I'm Little bit, in I'm one not a song. good singer. Okay, it's okay. Everyone is not a good singer. I walked across an empty land. I knew the pathway like the back of my hand. I felt the earth beneath my feet, sat by the river when it made me complete. Very nice. Nice voice. സംഗീതം എന്ന് വെച്ചാൽ എന്താ? അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നികുംഭിലയോ ജ്ഞാനമാണെന്ന്. You have to try the dialogue, the Malayalam dialogue. I can try, but I'm not really sure. The pronunciation is not very good. It's no problem. Just try. Kolam. Idanu. Kovam. Kuval. Kuval. Ingane. Kuvam. Karanam. 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 Pore. Kovam. Pachu alle. അടിപൊളി. പുസ്തക പുറുക്കലെ പൊlle. റോഡ് റംഗലെ. ആവിയാവം കുതിരയാവം. എന്നെ ഒന്നോ വിചാരിക്കേണ്ട. നിങ്ങളൊന്നും ആവില്ല. ഓക്കെ, എനിവേ നൈസ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അവസാനമായി വരുന്ന ഒരാളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ. പേരെന്താണ്? അലൻ. അലൻ ഒരു ഫ്രീക്ക് ബോയ് എന്നാണ് ഞാൻ അറിയപ്പെട്ടത്. അതാ ഭയങ്കര തഗ്ഗാണ്. അഭിനയം ഇപ്പൊ കണ്ടോണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ വേണം കൂവാൻ. മറന്നു ഇപ്പൊ പറയാൻ സെറ്റാക്കില്ല. നോക്കിയോ എന്താണെന്നറിയില്ല, എനിക്കിപ്പോ ഇതിലൊക്കെ വലിയ വിശ്വാസം തോന്നുന്നു. ഇങ്ങനെ കൂവാലല്ലേ പറ്റൂ. പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് 2 ഡിഗ്രിയും വാങ്ങി. 2 ഡിഗ്രിയും വാങ്ങി. ബാക്കി റോഡിലൂടെ നടന്നാൽ ആനയാവാം, തേങ്ങയാവാം. തേങ്ങയല്ലടാ, കുതിര. ഇവന്റെ കൂടെ നടന്ന കാര്യം അവതാളത്തിലാ. മണ്ടരി ബാധിച്ച ജന്മ. തേങ്ങയാവുന്നൊന്നും കരുതണ്ട. തേങ്ങയല്ലടാ, കുതിര. കുതിരയാവുന്നൊന്നും കരുതണ്ട. നിങ്ങളൊരു ഉണ്ടയാവാൻ പോലുള്ള ഉദാഹരണത്തിന് ഇരിക്കട്ടെ. അടുത്തെന്തിട്ടായിരുന്നു? എടാ, ഒരു തൊഴിലിന് ഇറങ്ങുമ്പോ അതിന്റേതായ മിടുക്ക് വേണം. ക്ലാസ്സുകൾ കട്ട് ചെയ്ത് നമ്മൾ സിനിമയ്ക്ക് പോകണം. പിന്നെന്ത് ചെയ്യണം? വെള്ളം അടിക്കണം. ഈ മരച്ചില്ലകളില്ലേ, മരത്തണകളിലൂടെ നടന്ന് പ്രണയിക്കണം. ഇത് കൈ വിട്ടു പോയടാ. ഇതെല്ലാം നമ്മുടെ ഒരു ഓർമ്മകളായിരിക്കും. ഓർമ്മകളെ ഓർമ്മകളെ കൈപിടിച്ചാടി. ഓർമ്മകളെ ബാലേന്ദ്ര വേണ്ട ആളാണ് കേട്ടോ. പറയുമ്പോ അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായൊന്നൊരു സംശയം. നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ കണക്ക് ക്ലോക്കിലെ സമയം നോക്കി കളയാനുള്ളതല്ല ജീവിതം. പഠിപ്പ് ഉഴപ്പൂടെ ചേർന്നാലേ ജീവിതം ഒരു രസം ഉണ്ടാകൂ. എന്നാലേ ജീവിതം മനോഹരമാകൂ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ആട്രിബ്യൂട്ടഡ് അറ്റോണിമി ഓഫ് യൂസ് വിസ ആൻഡ് യൂസ്ലെസ്. ഓക്കെ,
ഓക്കെ യൂസ്ലെസ് വിസ യൂസേഴ്സ് അതിന്റെ ഇടയ്ക്ക് 2 വാക്കുണ്ട്. ബാക്കിയുള്ളവരുടെ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴും ഇളയപ്പൻ്റെ വീണവായന എന്നാണ് ഈ ഗളമറ്റനോ ആ ദളപതി പറഞ്ഞത്. നീ പറഞ്ഞു കൊടുത്ത അടിക്കും നിന്നെ. ഡാഗ്ലർ ആ ഡാക്ലർ പറഞ്ഞത്. ഡാഗ്ലർ അല്ലേ? ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. നീയൊക്കെ അനുഭവിക്കാൻ പോണുള്ളൂടി. ആരാ പറഞ്ഞത്? ഡാഗ്ലർ അങ്ങനെ എന്തൊരു സംഭവമാണ് അറിയാ എനിക്ക്. ഞാൻ കിടന്ന് ബ്ലാബ്ലാന്ന് ബ്ലാഗ്ഡർ അതല്ലേ? ബ്ലാഗ്ഡർ എന്നൊക്കെ ഏത് പേരടാ ഇതൊക്കെ? ഇനി മോഹാൽച്ചപ്പെട്ടോളൂ. പെട്ടെന്ന് വീഴുതട്ടാ, പെട്ടെന്ന് വീണാ പിടിക്കാൻ പറ്റില്ല. വെയിറ്റ് നിനക്ക് കൂടുതല. വ്ളാഡിമർ മനസ്സാണ് പ്രധാനം. യമന യാമശ്ച യമശ്ച. ഓഹോ എങ്ങോട്ട് പോന്നു? എനിക്ക് അത്യാവശ്യമായിട്ട് ഓട്ടോറിക്ഷ സ്ഥലം വരെ പോകാനുണ്ട്. യാ മനുഷ്യരെ യാമനം. ഓക്കെ യാമനം ഇല്ല. യാ മനുഷ്യരെ യാമസ്യ. ഓക്കെ യാ മനുഷ്യരെ യാമന്യ. നിനക്ക് ഇഷ്ടമുള്ളത് പറയാതെ ബാക്കി പറയാ. എന്തിനാ ഇവിടെ വന്നത്? മനസ്സാണ് നമ്മുടെ ജീവിതമാർഗം. ജീവിതമാർഗം മനസ്സാണ്. അല്ലല്ല അങ്ങനെ കണ്ടല്ലേ. മനസ്സുണ്ടെങ്കിൽ അവിടെ മാർഗവും ഉണ്ട്. ഞാൻ എന്റെ അധിക പ്രസംഗം ചുരുക്കിക്കൊണ്ട് അയ്യോ ഇങ്ങോട്ട് വാ. ഞാൻ അധികം പ്രസംഗിച്ചൊന്നും ചെലവാക്കുന്നില്ല. അത് അവന്റെ കറക്റ്റ് പറയുന്ന കറക്റ്റ് കാര്യമാണ്. എന്റെ ഭാവം മാറുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോണ്ടോ? ഞാൻ അധികം പ്രസംഗിയാവുന്നില്ല. ഈ ആർട്സ് ക്ലബിന്റെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം നടത്തി. എങ്ങനെ നടത്തി? ഔപചാരികമായി നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഉറപ്പിക്കാവോ? നന്ദി, നമസ്കാരം. ഓക്കെ, ഉറപ്പല്ലേ? സെറ്റ്. അപ്പോ പ്രൈസിന്റെ സമയമായി. എല്ലാവരും രസകരമായി തന്നെ പെർഫോം ചെയ്തു. പക്ഷേ അതിൽ നിന്ന് 1-2 പേർക്ക് ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ വിളിക്കുന്നത്. ആദ്യം തന്നെ വിളിക്കുകയാണ് മിസ്റ്റർ ഡൊമിനിക്. ഞങ്ങളെ ചിരിപ്പിച്ചൊരു വഴിയാക്കി, അതുകൊണ്ടാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ നിനക്ക് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന LGO ബാത്റൂം ഫിറ്റിങ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ്. പിന്നെ അത് കൂടാതെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം. ഓക്കെ, വെൽക്കം. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു റുബീന. റുബീന നമുക്കായിട്ടൊരു പുതിയ വേർഡ് പോലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. കൂവാവു എന്ന മനോഹരമായ വേർഡ്. കുഞ്ഞുങ്ങളെ വാത്സല്യമായിട്ട് വിളിക്കില്ലേ, അതുപോലെയാണ്. അപ്പോൾ ജനങ്ങളെ ശ്രദ്ധിക്കുക. ഉവ്വാവ് മാറ്റിയിട്ട് കൂവാവു ആക്കുക. അപ്പോൾ നമ്മൾ കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാന നൽകുന്ന നാന ചിപ്സാണ്. ഓക്കെ, പിന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഇനി ഈ വേദിയിലേക്ക് ആദ്യം ഗട്ട്സോടെ കടന്നു വന്ന് അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത മിസ്റ്റർ നന്ദു. നന്ദുവിന് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്, സൂര്യ ടിവിയുടെ വക മറ്റൊരു ഗിഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നമ്മുടെ മറ്റൊരു സ്ഥലത്തുനിന്ന്, അതായത് മണിപ്പൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് വന്ന് മലയാളം മനോഹരമായി സംസാരിച്ച നമ്മുടെ മിടുക്കിക്കുട്ടി മോയ്ക്കാണ് അടുത്ത ഗിഫ്റ്റ്. മോയ് പ്ലീസ് കം. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ദിസ് ഈസ് എ ക്യാപ്പ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ സൂര്യ കോമഡീസ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസ് ലെ കുട്ടികളായിരുന്നു. മനോഹരമായി തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. ഇനി ഒരു ബാച്ച് അവിടെ വെയിറ്റ് ചെയ്യാണ്. തൽക്കാലം ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.